everyone, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഫിംഗർ ഫുഡ്സിനെ പറ്റിയിട്ടാണ്. ഫിംഗർ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ഫിംഗർ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെത്താനെ കൈകൊണ്ട് എടുത്ത് കഴിക്കാൻ പാകത്തിന് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡിനെ എന്തിനേയും നമുക്ക് ഫിംഗർ ഫുഡ് എന്ന് പറയും. അതിപ്പോൾ വെജിറ്റബിൾസ് ആവാം, ഫ്രൂട്ട്സ് ആവാം, എന്തോ അങ്ങനെ നമ്മൾ ആ ഒരു തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് തന്നെത്താനെ ഹൈ ചെയറിൽ ഇരുന്ന് കൈകൊണ്ട് തന്നെത്താനെ എടുത്ത് കഴിക്കാൻ പാകത്തിനുള്ള എന്ത് ഫുഡിനെയും നമുക്ക് ഫിംഗർ ഫുഡ് എന്ന് പറയാം. പിന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് ചോദിക്കുന്ന കാര്യമാണ്, എപ്പോഴാണ് നമുക്ക് ഫിംഗർ ഫുഡ് കൊടുത്തു തുടങ്ങാൻ പറ്റുക എന്നുള്ളത്. ഈ എപ്പോഴാണെന്നുള്ളത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ, അതായത് 6 months ആകുമ്പോൾ തന്നെ ഇതുപോലെ ബേബി ലെഡ് വീനിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഫിംഗർ ഫുഡ് വെച്ചിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നവരും ഉണ്ടെന്ന്. അതല്ലാതെ നമ്മൾ പ്യൂരീസ് ഒക്കെ ആയിട്ട് തന്നെ തുടങ്ങിയിട്ട് പ്യൂരീസ് വെച്ച് കഴിച്ചിട്ട് ഒരു 8 മാസമൊക്കെ ആകുമ്പോഴത്തേനും പ്യൂരീസിൻ്റെ കൂടെ, അതായത് നമ്മൾ പ്യൂരീസ് അവർക്ക് സ്പൂണിൽ കോരി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് കുറച്ച് ഇതുപോലത്തെ ഫിംഗർ ഫുഡ്സ് നമ്മൾ അവരുടെ ആ ഒരു ട്രെയിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്യൂരീസ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അവരതെടുത്ത് ചിലപ്പോൾ കഴിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കാം. ആദ്യമൊന്നും ചിലപ്പോൾ ശ്രമിച്ചെന്ന് വരത്തില്ല, ആദ്യം അതൊക്കെ ചുമ്മാ വലിച്ചു വാരിയിടുകയോ അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക. പക്ഷേ പതുക്കെ പതുക്കെ കുഞ്ഞുങ്ങൾ അത് പഠിച്ചു വരും, ഓരോന്നായിട്ട് എടുക്കാൻ. ആദ്യം അവർക്ക് അത് എടുക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഇപ്പോൾ വിരൽ വെച്ചിട്ട് എടുത്താൽ കഴിക്കാനൊന്നും അറിയത്തുണ്ടാവില്ല. അവരെ എല്ലാ കൈ ഫുള്ള് വെച്ചിട്ട് ഇങ്ങനെ വാരി വെറുതെ വായിലൊക്കെ വെക്കുമായിരിക്കും ചെയ്യുന്നത്. അത് ഫസ്റ്റ് നമ്മൾ പതുക്കെ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം ഒന്നും അവർ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ പതുക്കെ അവരുടെ ഈ വിരൽ, തള്ളവിരലും ഈ ചൂണ്ടുവിരലും കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഒരു ഫുഡിനെ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ഫുഡിനെ എടുത്ത് എടുക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു കഴിവ് അവർക്ക് ആദ്യം ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ പതുക്കെ ആയിരിക്കും ആ ഒരു ഇങ്ങനെ എടുക്കാനുള്ള ആ കഴിവിനെ പിൻസർ ഗ്രാസ്പ് എന്ന് പറയും. ആ പിൻസർ ഗ്രാസ്പ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതുപോലെ എൻ്റെ മോക്ക് ഇപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആദ്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു മൊത്തം കമത്തി കളയുന്നു, അത് വലിച്ചു വാരിയിടുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പം പതുക്കെ ഓരോന്നായിട്ട് അവൾ എടുത്ത് വായി വെക്കാൻ നോക്കുന്നുണ്ട്. അത്രയും ഒരു ആയിട്ടുണ്ട് അവൾക്ക്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യാം. ഇങ്ങനത്തെ രീതിയിൽ ചെയ്യാം. 8 മാസമൊക്കെ ആകുമ്പോഴത്തേനും സോളിഡ് ഫുഡിൻ്റെ കൂടെ, അതായത് നമ്മൾ പ്യൂരീസ് ഒക്കെ കൊടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ ഫിംഗർ ഫുഡ് കൊടുത്തു നോക്കാം. ഇതൊന്നും അല്ല, ഒരു വയസ്സൊക്കെ ആവാറാകുമ്പോൾ പതുക്കെ കൊച്ച് നന്നായിട്ട് പല്ലൊക്കെ വന്ന് കഴിക്കാൻ ശരിക്കും ആയിട്ടുണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ട്, അതായത് എല്ലാ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്തായാലും നമ്മൾ വേവിക്കുക. കാരണം കട്ടിയായിട്ട് പച്ചയ്ക്ക് തന്നെ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് കട്ടി ഉണ്ടാവും. ഇവർക്ക് പല്ല് വന്നിട്ടുണ്ടാവില്ല ഒരു 8 മാസം എന്നൊക്കെ പറയുമ്പോൾ. ചില പിള്ളേർക്ക് പല്ല് വന്നിട്ടുണ്ടാവും, ചിലർക്ക് പല്ല് വന്നിട്ടുണ്ടാവും. പക്ഷെ അവരുടെ മോണയ്ക്ക് നല്ല കട്ടി ഉണ്ടാവും. ഒരുവിധം സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡിനെയൊക്കെ അവർക്ക് ഇങ്ങനെ ചവച്ച് തിന്നാൻ പറ്റും. അപ്പം നമ്മൾ നന്നായിട്ട് വേവിക്കുക. എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും വേവിച്ചിട്ട് ചെറിയ പീസസ് ആയിട്ട് മാത്രം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കൂടെ നിൽക്കണം എപ്പോഴും. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഈ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്, ഇവർ തന്നെത്താനെ കഴിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കുന്ന ടൈമിൽ ഫുള്ളും തന്നെ നമ്മൾ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. കാരണം എങ്ങാനും ഇപ്പോൾ ചെറിയ പീസസ് ആയിട്ടൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ പോലും എങ്ങാനും അവരുടെ തൊണ്ടയിൽ കുടുങ്ങുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ തൊണ്ടയിൽ കുടുങ്ങുന്നുണ്ടോ, നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിംഗർ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഏതൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഫിംഗർ ഫുഡ്സ് എന്ന് ഞാൻ പറയാം. അതിനെ ഞാൻ 4 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഫിംഗർ ഫുഡ്സ്, ഫ്രൂട്ട്സ് ഫിംഗർ ഫുഡ്സ്, പിന്നെ പ്രോട്ടീന്, പിന്നെ കാർബോഹൈഡ്രേറ്റ്. ഇത്തരം 4 കാറ്റഗറീസിൽ വരുന്ന ഫിംഗർ ഫുഡ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്ക് വെജിറ്റബിൾസ് ആയിട്ടുള്ള ഫിംഗർ ഫുഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സ്വീറ്റ് പൊട്ടറ്റോ, അതായത് നമ്മുടെ മധുരക്കിഴങ്ങ്. അത് നന്നായിട്ടൊരു 10 മിനിറ്റെങ്കിലും സ്റ്റീം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ 2-3 ഇഞ്ചുള്ള സ്ട്രിപ്സ് ആയിട്ടോ മുറിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. നെക്സ്റ്റ് കുക്കുംബറാണ്. കുക്കുംബർ നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. കുക്കുംബർ നന്നായിട്ട് അതിന് ഉള്ളിലുള്ള കുരു എല്ലാം കളഞ്ഞിട്ട് ഒരു 2-3 ഇഞ്ച് നീളത്തിൽ മുറിച്ച് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അടുത്തത് ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മൾക്ക് ഒരു 10-15 മിനിറ്റെങ്കിലും നന്നായിട്ട് വേവിക്കുക, സ്റ്റീം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് 2-3 ഇഞ്ചുള്ള സ്ട്രിപ്സ് ആയിട്ട് അല്ലെങ്കിൽ ക്യൂബ്സ് ആയിട്ടോ കട്ട് ചെയ്ത് കൊടുക്കുക. ബ്രോക്കോളി നന്നായിട്ട് 5 മിനിറ്റെങ്കിലും സ്റ്റീം ചെയ്യുക. സ്റ്റീം ചെയ്തതിന് ശേഷം ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നന്നായിട്ട് ഓരോന്ന് അടത്തി ഒരു നീളത്തിൽ കുഞ്ഞിന് കൊടുക്കുക.
ഇനി എന്തൊക്കെ ഫ്രൂട്ട്സ് നമുക്ക് ഫിംഗർ ഫുഡ്സ് ആയിട്ട് കൊടുക്കാം നോക്കാം. ഫസ്റ്റ് വൺ ആപ്പിളാണ്. ആപ്പിൾ നമുക്ക് ഒന്നുകിൽ വേവിക്കാതെ കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലോ നെയ്യിലോ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കാം. ചെറിയ പീസസ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നീളത്തിലോ കൊടുക്കാം. ബനാന അല്ലെങ്കിൽ പഴം, ഏത്തപ്പഴം അല്ല കേട്ടോ, ഏത്തപ്പഴം നന്നായിട്ട് വേവിച്ച് കൊടുക്കണം. ഇത് നമ്മൾ സാധാരണ ചെറിയ പഴം അല്ലെങ്കിൽ റോബസ്റ്റ പഴം അതുപോലത്തെ പഴമൊക്കെ ആണെങ്കിൽ വേവിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തൊലി കുറച്ച് ഭാഗത്ത് വെച്ചിട്ട് ബാക്കി ഇങ്ങനെ പൊളിച്ചു കൊടുക്കുക. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ ഇങ്ങനെ പിടിച്ചൊരു സപ്പോർട്ട് ചെയ്തിങ്ങനെ കഴിക്കാൻ പറ്റും, അത് അവർക്ക് ഇഷ്ടമായിരിക്കും. നെക്സ്റ്റ് പ്ലംസ് ആണ്. പ്ലംസ് തൊലി കളഞ്ഞ് വേവിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അവക്കാഡോ നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല, നീളത്തിൽ ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. കൊടുക്കുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് മാറി കിട്ടും. അപ്പം കുഞ്ഞുങ്ങൾക്ക് തെന്നിപ്പോവാതെ പിടിക്കാൻ പറ്റും. ഇനി വാട്ടർമെലൻ നമുക്ക് നന്നായി പഴുത്ത വാട്ടർമെലൻ ചെറുതായിട്ട് മുറിച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അവർക്കത് പിടിച്ച് കഴിക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനകത്തുള്ള കുരു കളഞ്ഞിട്ട് കൊടുക്കുക. ഇനിയുള്ളത് പ്രോട്ടീൻ ഫിംഗർ ഫുഡ്സ് ആണ്. ഈ പ്രോട്ടീൻ ഫിംഗർ ഫുഡ്സിൽ എല്ലാം തന്നെ ഒരു 10 മാസം കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൽ വരുന്നത് എഗ്സ്, മുട്ട, മീറ്റ്, ചിക്കന്, ചീസ്, അതുപോലെ യോഗട്ട്, തൈര്, ഇതൊക്കെയാണ് വരുന്നത്. ഇതെല്ലാം തന്നെ ഒരു 10 മാസത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കൊടുക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ എഗ്ഗ് കൊടുക്കുമ്പോഴത്തേനും എഗ്ഗ് അലർജി ഉണ്ടോ എന്ന് നോക്കുക. കൊടുക്കുമ്പോൾ എഗ്ഗിന് എന്തെങ്കിലും അലർജി ഉണ്ടോയെന്നുണ്ടെങ്കിൽ എഗ്ഗിൻ്റെ യോക്ക്, അതായത് മഞ്ഞ മാത്രം കൊടുത്താൽ മതി, വെള്ള കൊടുക്കാതിരിക്കുക. 10 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 1 വയസ്സിന് ശേഷമൊക്കെ നമുക്ക് എഗ്ഗിൻ്റെ വൈറ്റും കൂടെ കൊടുക്കാം. പിന്നെ കൊടുക്കുമ്പോൾ എഗ്ഗ് സ്ക്രാമ്പിൾഡ് എഗ്ഗായിട്ടും കൊടുക്കുക, അതായത് ഇങ്ങനെ ചിക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് പുഴുങ്ങി മുറിച്ചും കൊടുക്കാം. ഇനി പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള ഫുഡ്സിനെ പറ്റിയിട്ടാണ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ അരി, ഗോതമ്പ് ഇതുപോലുള്ള ധാന്യങ്ങൾ വരും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലുള്ളതൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ അരി, ഗോതമ്പൊക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഫിംഗർ ഫുഡ്സ് ആയിട്ട് കൊടുക്കാമെന്ന് ഞാൻ പറയാം. നന്നായി വേവിച്ച ചോറ് നമുക്കിതുപോലെ ഉരുളയാക്കി, റൈസ് ബോൾ പോലെ ഉരുളയാക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൽ വെജിറ്റബിൾസും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും. നമുക്ക് ഇഡ്ഡലി, ദോശ പോലെയുള്ള നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം ചെറിയ പീസാക്കി നമുക്ക് മുറിച്ച് കൊടുക്കാം, അത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾക്ക് ഗോതമ്പ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴികളിലൊന്നാണ്, ഒന്ന് പാൻ കേക്ക് ആയിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ പോലെ ഉണ്ടാക്കുക. പാൻ കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ളിൽ പലതും, ബനാന പാൻ കേക്ക്, ബ്ലൂബെറി, അങ്ങനെ നമുക്ക് പലതുമായിട്ട് മിക്സ് ചെയ്ത് പാൻ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല വീറ്റ് ബ്രെഡ് മേടിക്കുക. വീറ്റ് ബ്രെഡ് മേടിച്ച് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അവക്കാഡോ അല്ലെങ്കിൽ പീനട്ട് ബട്ടറൊക്കെ തേച്ചിട്ട് കൊടുക്കാൻ പറ്റും, അത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിംഗർ ഫുഡ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.